എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്നൊരു പലഹാരത്തിൻ്റെ വീഡിയോ ആണെന്ന്. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്ക് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ഇതിലൊരു പീസ് മതി, നമ്മുടെ വയറൊക്കെ അത്യാവശ്യം നിറയും, കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടമാവും. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതൊരു ഇഡലിത്തട്ടിൽ വെച്ചിട്ടൊന്ന് ആവിയേറ്റി എടുക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കാനായിട്ട് എനിക്ക് വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഈ പഴത്തിൻ്റെ നനവിൽ തന്നെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. പഴുപ്പ് നന്നായി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. എനിക്ക് അരിപ്പൊടി കൂടുതലായിട്ട് ചേർക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. എനിക്കിത് കറക്റ്റായിരുന്നു. ഇത് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഈ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. എത്രത്തോളം അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു മീഡിയം മധുരമാണ്. ഇച്ചിരിയും കൂടി മധുരം വേണമെന്നുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ മധുരങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പഴത്തിലെ മധുരം ഉണ്ടാവും, അതല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. തേങ്ങ മൊരിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ചെറിയ തീയിൽ ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ളത് പകുതിയാക്കി 2 ബോളാക്കി എടുക്കണം. ഞാനിത് വേവിച്ചെടുക്കുന്ന ഒരു സ്റ്റീൽ പാത്രത്തിലാണ്. അപ്പോൾ അതിൻ്റെ വലുപ്പത്തിൽ ഞാൻ വാഴയില ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് പാത്രത്തിലാണോ വേവിച്ചെടുക്കുന്നത് അതിൻ്റെ വലുപ്പത്തിൽ വെട്ടി വെച്ചാൽ മതി. വാഴയില കഴുകി തുടച്ച് അതിലേക്കൊരു ബോൾ വെച്ച് കൊടുക്കാം. അത് മെല്ലെ പരത്തിയെടുക്കാം. അപ്പോൾ ചപ്പാത്തിയും പത്തിരിയും പരത്തുന്ന പോലെ നമുക്ക് ഈസി ആയിട്ട് പരത്താനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ വക്കൊക്കെ അതുപോലെ പല ആകൃതിയിലും വരും. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ശരിയാക്കി കൊടുത്തിട്ട് പരത്തിയെടുക്കാം. ഓയിൽ വെച്ച് പരത്തണമെന്നൊന്നുമില്ല, കൈ വെച്ച് പരത്തിയാലും മതി. അത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ നടുവിലായിട്ട് വെച്ച് കൊടുക്കാൻ നോക്കുക, അല്ലാതെ അരികിൽ കൂടി വെച്ച് കൊടുക്കണ്ട. മറ്റേ ബോളും വാഴയിലയിൽ നമുക്കിതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഇപ്പോൾ പരത്തിയത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡെല്ലാം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അവിടെ നേരെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇഡലിത്തട്ടിലാണ് വേവിച്ചെടുക്കുന്നത്. ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് അതിൽ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രം അതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേവായിട്ടില്ലേ നോക്കുക. ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ആവിയേറ്റിയെടുക്കാം. കൂടുതൽ സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ അരിപ്പൊടി മാത്രമേ ഇനി വേവാനുള്ളൂ. എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ ഇഷ്ടമല്ലാത്തവർക്കും കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. പിന്നെ അതിന് കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്.
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണത്. അത് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.